സോ ഹൈ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ വരെയാണ്. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ iPad Air 3rd ജനറേഷൻ എന്ന് പറയുന്ന സാധനം. ഈ സാധനത്തിനെ പറയുകയാണെങ്കിൽ ഇതിൽ M1 ചിപ്പ് ഉണ്ട്. M1 ചിപ്പ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ സാധനം ഇതാണ് ഞാൻ പറഞ്ഞ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞ സാധനം. അടിപൊളിയാണ് ഈ ഡാവിഞ്ചി റിസോൾവ്. പല ആപ്സ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഫൈനൽ കട്ട് പ്രോ, അത് പക്ഷേ പ്രോ വേരിയന്റിലേ ഉള്ളൂ, നമ്മുടെ ഇതിലില്ല. നമ്മുടെ iPad Airൽ ഇല്ല. പിന്നെ ഇതിലുള്ളത് 1000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നെസ് ആണ് നമ്മുടെ ഈ ഒരു സാധനത്തിൽ വരുന്നത്. ഓക്കെ, 1000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നെസ് ആണ് വരുന്നത്. 1000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നെസ്. അപ്പോൾ ഇതിപ്പോ നല്ല ഹൈ ബ്രൈറ്റ്നെസ്സിലാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ കുഴപ്പമില്ല. ഇനി നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി ഒന്ന് നോക്കിയേക്കാം. 4K വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു. 4K വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എവിടെ 4K വീഡിയോ? 4K വീഡിയോ എവിടെ? 4K വീഡിയോ 4K വീഡിയോ ഇങ്ങനെയാണ് കുടിക്കാൻ. 4K വീഡിയോ കാണാൻ രസം. ഇങ്ങനെയാണ് കുടിക്കാൻ രസം. ഈ ഇടയ്ക്ക് ആഡ് ഈ ആഡൊന്ന് പോട്ടെ. എന്തൊരു ആഡ് അവിടെ ഗൈസ്. കണ്ടോ നോക്ക് നിങ്ങള്, ഏതാ സാധനം? സോ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ കിടിലൻ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഇനി നമുക്ക് ഇതിലത്തെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സൗണ്ട് മ്യൂസിക് ആണ്. മ്യൂസിക്. അപ്പോൾ നമുക്ക് ഫുൾ സൗണ്ടിൽ ഇടാം. നമുക്ക് സോ സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഓക്കെയാണ്. കാരണം ഇത് കണ്ടോ, ഇവിടെ 2 സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഇത് ടൈപ്പ് സി ചാർജിങ് അല്ല. ഇത് ടൈപ്പ് സി ചാർജിങ് അല്ല. ടൈപ്പ് സി ചാർജിങ് മറ്റേ എന്തെന്ന് 5th ജനറേഷൻ ഒക്കെ അല്ലേ, അതിലേക്കേ ഉള്ളൂ. നമ്മുടെ ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കതല്ല അറിയാത്തത്. ഇത് വൈഫൈ വേരിയന്റ് ആണ്. പക്ഷേ ഇത് സെല്ലുലാറല്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വരിക എയറോപ്ലെയിൻ മോഡ്. ഇത് കണ്ടോ,
എയറോപ്ലെയിൻ മോഡ് ഇതുണ്ടോ, എയറോപ്ലെയിൻ മോഡ്. അതെന്തിനാണ് ആവശ്യമില്ലാറ് നെറ്റില്ലെങ്കിൽ എന്തിനാണ് ഈ മറ്റേ നമ്മുടെ ഈ സാധനം ഇത് എയറോപ്ലെയിൻ മോഡ്. പിന്നെ ഇത് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീന് നമുക്ക് നേരെ ടി വിയിലോട്ട് അല്ലെങ്കിൽ വിൻഡോസിലോട്ട് ആക്കാൻ വളരെ സിമ്പിളാണ്. അതിന് നിങ്ങൾ നേരെ ഈ ഒരു ഷട്ടർ ഈ സാധനം കൺട്രോൾ സെന്റർ എടുക്കണം. കൺട്രോൾ സെന്റർ എടുത്താൽ എവിടെ കൺട്രോൾ സെന്റർ ഇങ്ങനെ വാ, ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഈ സാധനത്തിൽ നിൽക്കുക. അപ്പോൾ ഇവിടെ കുറെ ഏതൊക്കെയാണ് ഏത് ഡിവൈസിലാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടതെന്ന് അതിൽ വരും. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞാൽ മതി, ഇന്ന ഡിവൈസ് അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ ഇതിൽ ഡാവിഞ്ചി റിസോൾവ് സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്തു. നമുക്ക് ഗെയിംസ് ഉണ്ട്. എത്ര അറൗണ്ട് ഒരു 10 ഗെയിംസ് ഉണ്ട്. 1 2 3 4 5 6 7 8 10 ഗെയിംസ് ഉണ്ട് നമ്മളെ ഈ ഒരു ഐപാഡിൽ. ഈ ഒരു ഐപാഡിന്റെ ഗെയിമിംഗ് റിവ്യൂ ആയിട്ട് അടുത്തൊരു കിടിലൻ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് വീഡിയോ അത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതുത്തൻ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ.